ക്രൈസ്തവത്തിന് വന്ദനം. സ്നേഹബഹുമാന്യരായ ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, കാലിക പ്രസക്തമായ ഒരു വിഷയവുമായിട്ടാണ് ഞാൻ ഇന്ന് ബഹുമാന്യ സദസ്സിന് മുൻപിൽ നിൽക്കുന്നത്. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബങ്ങൾ ഇന്ന് ഇമ്പം നഷ്ടപ്പെട്ട ഒരു കൂട് മാത്രമായി മാറിയിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് കത്തോലിക്ക സഭയുടെ നിധി എന്ന് വിശേഷിപ്പിക്കാവുന്ന അഭിവന്ദ്യ ചാവറ പിതാവിൻ്റെ കുടുംബദർശനങ്ങളുടെ പ്രസക്തി ഓരോ കുടുംബവും ചിന്തയ്ക്ക് വിധേയമാക്കേണ്ടത്. 150 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പിതാവ് ക്രൈസ്തവ കുടുംബങ്ങൾക്കുണ്ടാകേണ്ട അടിസ്ഥാന മൂല്യങ്ങളെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും ചാവറുകളുമായി കേരള സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. കുടുംബങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവ കുടുംബങ്ങൾക്ക് തിരു കുടുംബാധിഷ്ഠിത ജീവിത ശൈലിയായിരുന്നു പിതാവ് തൻ്റെ പ്രബോധനങ്ങളിലൂടെ നമുക്ക് നൽകിയത്. കുടുംബാന്തരീക്ഷത്തിൽ നല്ല ക്രമവും സമാധാനവും നിത്യരക്ഷയെക്കുറിച്ചുള്ള ചിന്തയിൽ നിലനിൽക്കണം. ഈ ചിന്തയുടെ അഭാവം മൂലം നല്ല സാമ്പത്തിക സ്ഥിതിയിലായിരുന്നിട്ട് പോലും പല കുടുംബങ്ങളും ക്ഷയിച്ചു പോയിട്ടുണ്ട്. കുടുംബങ്ങൾക്കും മാതാപിതാക്കൾക്കും സഹോദരർക്കും അയൽക്കാർക്കും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് 24 ഘണ്ടകളും മക്കൾക്കായി 16 ഘണ്ടകളുമാണ് ചാവറുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കുട്ടികളായ നമ്മോട് പിതാവ് പറയുന്നു, വളരെയധികം നല്ല പുസ്തകങ്ങൾ വായിക്കുകയും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുക. കുട്ടികളെ, നിങ്ങൾ മാതാപിതാക്കന്മാരുടെ കൈകളിലെ നിക്ഷേപങ്ങളാണ്. അലസത എല്ലാ ദുശീലങ്ങളുടെയും ഉറവിടമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവനാകട്ടെ നിന്റെ സുഹൃത്ത്. ദൈവസ്നേഹവും ദൈവഭയവുമുള്ള മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. സമൂഹത്തിന്റെ അടിസ്ഥാന ഘട്ടമാണല്ലോ കുടുംബം. സൃഷ്ടാവായ ദൈവം ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ചപ്പോൾ അവരുടെ ആദ്യ കുടുംബത്തിന് രൂപം നൽകി. ലോകരക്ഷകനായ ഈശോ തന്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചതും ഒരു കുടുംബത്തിലാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഭാരതം സന്ദർശിച്ചപ്പോൾ ഭാരതത്തിലെ കുടുംബ ബന്ധങ്ങളെ വാനോളം പുകഴ്ത്തി. കുട്ടികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളാണ് രാഷ്ട്രത്തിന്റെയും കുടുംബത്തിന്റെയും സമ്പത്ത്. നല്ലവരായ നമ്മുടെ പൂർവികർ വളരെയേറെ അധ്വാനിച്ചും വേദനകൾ സഹിച്ചും അവരുടെ മക്കളെ വളർത്തി. അതുകൊണ്ട് തന്നെ അവരുടെ മക്കൾക്ക് മാതാപിതാക്കൾ എന്നും പ്രിയപ്പെട്ടവരായിരുന്നു. പക്ഷേ പുതുതലമുറയുടെ ജീവിതം കുടുംബ ബന്ധങ്ങൾക്ക് പകരം നവമാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. വീടുകളിൽ സംസാരമില്ല, ആലോചനകളില്ല, തീരുമാനങ്ങളില്ല. ഫലമോ അനൈക്യവും തകർന്ന കുടുംബ ബന്ധങ്ങളും ലക്ഷ്യബോധമില്ലാത്ത തലമുറയും. ഇത്തരണത്തിൽ 1.5 നൂറ്റാണ്ട് മുൻപേ നമ്മെ ഉത്ബോധിപ്പിച്ച വിശുദ്ധ ചാവറ പിതാവിന്റെ കുടുംബദർശനങ്ങളുടെ പ്രസക്തി എത്ര അർത്ഥപൂർണവും വിലമതിക്കാനാവാത്തതുമാണ്. എൻ്റെ പ്രിയ സഹപാഠികളെ, നമുക്ക് ഒത്തുചേരാം നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി. വിശുദ്ധ ചാവറ പിതാവിന്റെ കുടുംബ ബന്ധ പ്രബോധനങ്ങളെ നമുക്ക് മുറുകെ പിടിക്കാം വരും തലമുറയ്ക്കായി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ക്രൈസ്റ്റ്.